ഹരേ രാമ ഹരേ കൃഷ്ണ. ആഗസ്റ്റ് മാസത്തിൽ 4 രാശിമാറ്റങ്ങൾ വന്നു ചേരും. പുതിയ ജോലിയും സാമ്പത്തിക നേട്ടങ്ങളും സമ്മാനിക്കുന്ന നക്ഷത്രക്കാർ ഇവരാണ്. ദേവജ്യോതിഷത്തിൽ ചില ഗ്രഹങ്ങൾ എല്ലാ മാസവും രാശി മാറും. അതിൻ്റെ പ്രഭാവം ലോകത്തിലെ എല്ലാ ജീവാണുക്കളിലും അനുഭവപ്പെടുകയും ചെയ്യും. ആഗസ്റ്റ് മാസത്തിൽ 4 ഗ്രഹമാറ്റങ്ങളാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ എന്നീ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളാണ് രാശി മാറുന്നത്. ഈ രാശിമാറ്റത്തെ കൂടാതെ നിരവധി നക്ഷത്രമാറ്റങ്ങളും ആഗസ്റ്റ് മാസത്തിൽ സംഭവിക്കുന്നുണ്ട്. ഈ മാറ്റങ്ങളുടെ ഫലമായി ത്രിഗ്രഹ യോഗവും ബുധാദിത്യ രാജയോഗവും അടക്കം നിരവധി ശുഭയോഗങ്ങളും വരും ദിനങ്ങളിൽ രൂപം കൊള്ളും. ഈ യോഗങ്ങളെല്ലാം പൊതുവിൽ 3 രാശിക്കാർക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യും. ആഗസ്റ്റ് മാസത്തിലെ ഭാഗ്യ രാശികളായ ഇവർക്ക് പുതിയ ജോലി, ബിസിനസ്സിൽ നിന്ന് വളരെയധികം സാമ്പത്തിക ലാഭമടക്കം നിരവധി സൗഭാഗ്യങ്ങൾ വന്നെത്തുകയും ചെയ്യും. ആഗസ്റ്റ് 1 വ്യാഴാഴ്ച കൃഷ്ണപക്ഷ ദ്വാദശിയും മകയിരം നക്ഷത്രവുമാണ്. ആഗസ്റ്റ് 3, 4 തീയതികളിലായി കറുത്തവാവും ആഗസ്റ്റ് 19 വെളുത്തവാവും ഭവിക്കുന്നു. ആഗസ്റ്റ് 3 ശനിയാഴ്ചയാണ്, അതായത് 1199 കർക്കിടകം 19. പിതൃകർമ്മങ്ങൾക്ക് പ്രധാനമായ കർക്കിടക വാവുബലി വരുന്നത്. ചൊവ്വ ഇടവം രാശിയിലാണ്. രോഹിണി, മകയിരം നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നു. ആഗസ്റ്റ് 26 ചൊവ്വ മിഥുനം രാശിയിൽ പ്രവേശിക്കുന്നു. ബുധൻ ചിങ്ങം രാശിയിലാണ്. ആഗസ്റ്റ് 22 വക്രഗതിയായി കർക്കിടകത്തിലേക്ക് നിഷ്ക്രമിക്കുന്നു. ശുക്രൻ ചിങ്ങം രാശിയിലാണ്. ആഗസ്റ്റ് 24 നീച രാശിയായി കന്നിയിൽ പ്രവേശിക്കും. ശനി കുംഭം രാശിയിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ വക്രഗതിയിലാണ്. വ്യാഴം ഇടവരാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ആഗസ്റ്റ് 20 മകയിരം നാളിൽ പ്രവേശിക്കുകയാണ്. രാഹു മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും കേതു കന്നി രാശിയിൽ അത്തം നക്ഷത്രത്തിൽ വക്രഗതിയിൽ തുടരുകയും ചെയ്യുന്നു. ആഗസ്റ്റ് 17 കൊല്ലവർഷം 1200 ചിങ്ങം 1 പിറക്കുന്നു. പുതിയ നൂറ്റാണ്ടിൻ്റെ തുടക്കമായി പറയാം. ആഗസ്റ്റ് 16 വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പൂരാടം നക്ഷത്രത്തിൽ ചിങ്ങരവി സംക്രമം ഭവിക്കുന്നു. ചിങ്ങം രാശി രവിയുടെ അഥവാ ആദിത്യൻ്റെ സ്വക്ഷേത്രമാണ് എന്ന സ്മരണീയമാണ്. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ ഓഗസ്റ്റ് 1 മുതൽ സർവ്വ സൗഭാഗ്യങ്ങളും ധനനേട്ടങ്ങളും വന്നു ചേരുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണെന്ന് നോക്കാം. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്രക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ ന്യായമായ എല്ലാവിധ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. ജോലി കിട്ടാതെ വിഷമിച്ചിരുന്ന ആളുകളിനി നിരാശപ്പെടേണ്ടി വരില്ല. നിങ്ങളുടെ അർഹതയ്ക്കും മികവിന് അവസരവും അംഗീകാരവും ലഭിക്കും. ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ എതിർപ്പുകളെയെല്ലാം നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ്. അശ്വതി നക്ഷത്ര ആളുകളുടെ മക്കൾക്ക് ഈ സമയത്ത് ജോലി ലഭിക്കുവാനുള്ള അവസരം വന്നെത്തും. മാസത്തിൻ്റെ 2ാം പകുതിയിൽ കൂടുതൽ ഉന്മേഷത്തോടെ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനും സാധിക്കും. പിതാവിൽ നിന്നും ധനസഹായം, പിതാവിൻ്റെ സ്ഥാനലബ്ധി, രാഷ്ട്രീയ വളർച്ച എന്നിവയുണ്ടാകുന്നതാണ്. പുണ്യകർമ്മങ്ങൾക്കും ക്ഷേത്ര കാര്യങ്ങൾക്കും മറ്റും സമയം കണ്ടെത്തുവാൻ സാധിക്കും. ഔദ്യോഗികമായ ഉയർച്ചയ്ക്ക് സാഹചര്യങ്ങൾ അനുകൂലമാണ്. ഹൃദയ ശിരോരോഗികൾക്ക് ആശ്വാസം കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. രാഷ്ട്രീയ മേഖലകളിലും മറ്റ് പ്രസ്ഥാനങ്ങളിലും നേതൃത്വ പദവി ഐക്യകണ്ഠേന നിങ്ങൾക്ക് വന്നുചേരും. ചിട്ടി, ലോൺ എന്നിവ നിങ്ങൾക്ക് ഈ സമയത്ത് ലഭ്യമാകുന്നതാണ്. അതുപോലെ തന്നെ ലോട്ടറി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. എല്ലാവിധ ഭാഗ്യങ്ങളും അശ്വതി നക്ഷത്രക്കാർക്ക് കൂടെ കൂടെ വന്നു ചേരുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് മാസാദ്യം ലക്ഷ്യബോധമുണ്ടാവില്ല. അലച്ചിലും ചെലവും വളരെയധികം വരും. നിങ്ങളുടെ ആസൂത്രണത്തിലെ മികവ് പ്രവൃത്തിയിലുണ്ടാവണമെന്നില്ല. ക്രമേണ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാവുന്നതാണ്. സഹപ്രവർത്തകർ പിന്തുണയ്ക്കുന്നതാണ്.
രാഷ്ട്രീയത്തിൽ വളരെയധികം ശോഭിക്കുവാൻ സാധിക്കും. സഹോദരൻ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഉചിതമായ തീർപ്പ് കാണുവാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി വളരെയധികം ഉന്നമനത്തിലെത്തും. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതി പത്രങ്ങൾ കൈവശമെത്തുന്നതാണ്. പിതൃബന്ധുക്കളുടെ സഹായം, സഹകരണം എന്നിവ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വീടിൻ്റെ അതുമല്ലെങ്കിൽ വാഹനത്തിൻ്റെ ലോൺ അടഞ്ഞു തീരുന്നതാണ്. മത്സരബുദ്ധിയുടെ ചില വലിയ ടെൻഡറുകൾ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും. അതുപോലെ തന്നെ ആഘോഷ പരിപാടികളുടെ സംഘാടനത്തിൽ മുഖ്യത്വം വഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. ആദിത്യൻ 11ാം ഭാവത്തിലായി സഞ്ചരിക്കുകയാൽ മാസത്തിൻ്റെ 1ാം പകുതിയാകും നിങ്ങൾക്ക് കൂടുതൽ മികച്ചതാവുന്നത്. സാമ്പത്തിക രംഗം ഉണർവ് കാണിക്കും. കാര്യതടസ്സം നീങ്ങുന്നതാണ്. നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഏകാഗ്രത ഭവിക്കും. പുതിയ അവസരങ്ങൾ സംജാതമാകുന്നതാണ്. പ്രണയ ജീവിതം കൂടുതൽ സ്നേഹോഷ്മളമാകും. ന്യായമായ നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും യാതൊരുവിധ തടസ്സങ്ങളും കൂടാതെ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ പ്രീതി നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. വ്യവഹാരങ്ങളിൽ അനുകൂലമായ വിധി സമ്പാദിക്കുവാൻ സാധിക്കും. മാസത്തിൻ്റെ 2ാം പകുതിയിലും വളരെയധികം നേട്ടങ്ങൾ തുടരുമെങ്കിലും പലതും ശ്രമസാധ്യമാവും. ദൂരയാത്രകൾ വേണ്ടിവരുന്നതാണ്. ചെലവ് അല്പം വർദ്ധിക്കുമെങ്കിലും വളരെയധികം നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. തൊഴിൽ രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ വന്നുചേരും. ബിസിനസ്സുകാരായ ആളുകൾക്ക് പണം മുടക്കി ധാരാളം സാധന സാമഗ്രികൾ കരുതി വെക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് വന്നെത്തുന്നത്. നിക്ഷേപങ്ങളിലൂടെ നിങ്ങൾക്ക് ലാഭം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഈ കാലയളവിൽ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും. കൂടാതെ ഈ കാലയളവിൽ തൊഴിൽ രഹിതരായ ആളുകൾക്ക് ജോലി ലഭിക്കുവാനുള്ള സാഹചര്യങ്ങളും വന്നുചേരും. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. ആദിത്യൻ 10, 11 ഭാവങ്ങളിലായി സഞ്ചരിക്കുന്നതിനാൽ ആത്മവിശ്വാസവും മനസ്വസ്ഥതയും അനുഭവപ്പെടുന്നതാണ്. ഉദ്യോഗത്തിൽ അധികാരമുള്ള ചുമതലകൾ വന്നുചേരും. മത്സരങ്ങളിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കും. സാമ്പത്തിക പ്രയാസങ്ങളെ ദൂരീകരിക്കുവാൻ സാധിക്കുന്നതാണ്. ബിസിനസ് ചർച്ചകൾ നിങ്ങളുടെ വളരെയധികം വിജയത്തിലെത്തും. പൂർവിക സ്വത്തുക്കളിൽ നിന്നും ആദായം ലഭിക്കുവാൻ ഇടവരുന്നതാണ്. ആദർശത്തിന് പരിക്കേൽക്കാതെ തന്നെ പ്രായോഗികമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത പുലർത്തുവാൻ സാധിക്കും. വ്യാഴത്തിൻ്റെ അനിഷ്ടസ്ഥിതിയിൽ മുതിർന്നവരുടെ വിരോധം, ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ, ദൈവിക കാര്യങ്ങളിൽ തടസ്സം എന്നിവ ഭവിക്കാം. അമിതമായ ആത്മവിശ്വാസം നന്നല്ല എന്ന കാര്യം ഓർമ്മയിൽ വെക്കേണ്ടതാണ്. തൊഴിലിടങ്ങളിൽ ശമ്പളം കൂട്ടിക്കിട്ടുവാനും സ്ഥാനക്കയറ്റത്തിനും സാധ്യതയുണ്ട്. പൊതുവെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്ന മാസമാണ് വന്നെത്തുന്നത്. വാഹനമോ പ്രോപ്പർട്ടിയോ വാങ്ങുവാനും മാത്രമല്ല സമ്പത്ത് വളർത്തുവാനും നിങ്ങൾക്ക് സാധിക്കും. മാത്രവുമല്ല വലിയ ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുവാൻ കഴിയും. ഭാവിയിൽ ഇത്തരം ബന്ധങ്ങൾ വളരെയധികം ഗുണകരമായി തീരുന്നതാണ്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുവാൻ സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സമയമാണ്. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രേഖകൾ, ലൈസൻസ് മുതലായവ നിങ്ങളുടെ കൈവശം വന്നു ചേരും. മുഖം നോക്കാതെ കൈക്കൊള്ളുന്ന നടപടികൾ ആദ്യം ശത്രുക്കളെ സൃഷ്ടിക്കുമെങ്കിലും പിന്നീട് അനുമോദനാർഹമാകും. വസ്തു വ്യവഹാരം അനുരഞ്ജനത്തിലൂടെ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ്. കരാറുകൾ ഏറ്റെടുക്കുന്നത് വ്യവസ്ഥകൾ മുഴുവനും മനസ്സിലാക്കിയിട്ടാവണം. കുടുംബയോഗം സംഘടിപ്പിക്കുന്നതിന് മുൻകൈയെടുക്കും. ഉദ്യോഗം ഉപേക്ഷിച്ച് ഉപരിപഠനം നടത്തുവാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. മാതാപിതാക്കളോടൊപ്പം ലഘുയാത്രകൾ, തീർത്ഥാടനം എന്നിവയ്ക്ക് നേരം കണ്ടെത്തുവാനും കഴിയുന്നതാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയധികം വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. നിങ്ങൾക്ക് ദൗത്യങ്ങളുടെ പൂർത്തീകരണത്താൽ പ്രശംസ ഏറ്റുവാങ്ങുവാൻ സാധിക്കും. പുതിയ ജോലിക്കുള്ള ശ്രമം ഫലം കാണുന്നതാണ്. സാമ്പത്തിക ആസൂത്രണത്തിന് എതിർപ്പുകൾ ഉണ്ടാകുമെങ്കിലും നടപ്പിലാക്കുന്നതിൽ അമാന്തിക്കില്ല. കുടുംബത്തിലെ അന്തഃഛിദ്രങ്ങൾ പരിഹരിക്കപ്പെടും. മംഗളകർമ്മങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാകും. ബിസിനസ് യാത്രകളെല്ലാം ലക്ഷ്യത്തിലെത്തുന്നതാണ്. കൂട്ടുകച്ചവടത്തിൽ കൂടുതൽ വ്യക്തികളെ ചേർക്കാവുന്നതാണ്.
രാഷ്ട്രീയ കാര്യങ്ങളിൽ ചില ഉപദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പ്രൊജക്റ്റുകളിൽ വളരെ നന്നായി ശോഭിക്കുവാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ തറവാട്ടിലെ അംഗങ്ങളെ സന്ദർശിക്കുവാൻ അവസരം വന്നെത്തും. വൃദ്ധജനങ്ങൾ മക്കളുടെ ജോലി സ്ഥലത്തേക്ക് താമസം മാറ്റിയേക്കും. സാംക്രമിക രോഗങ്ങൾക്കെതിരെ കരുതൽ കൈക്കൊള്ളേണ്ട ഒരു സമയം കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത്. ഈ കാലയളവിൽ ഇവർക്ക് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭവാർത്തകൾ കേൾക്കുവാൻ കഴിയും. പൊതുവെ ഭാഗ്യോദയത്തിൻ്റെ കാലമാണ്. പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നതാണ്. പുതിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് വിജയം കാണുവാനും സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് ജോലിസ്ഥലത്ത് വലിയ ഉത്തരവാദിത്തങ്ങൾ നേടിയെത്തും. ബിസിനസ് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ ബിസിനസ് പുതിയ മേഖലകളിലേക്ക് വളർത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുവാൻ സാധിക്കുന്നതാണ്. ഏറെ കാലമായി ലഭിക്കാതിരുന്ന പണം തിരികെ ലഭിക്കും. മത്സര പരീക്ഷകൾക്കും വിദേശ യാത്രകൾക്കും തയ്യാറെടുക്കുന്ന ആളുകൾക്ക് വളരെയധികം വിജയം കൈവരിക്കുവാനും വളരെയധികം സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് കുതിക്കുവാനും സാധിക്കുന്ന ഒരു സമയമാണ് ഓഗസ്റ്റ് മാസത്തിൽ വന്നെത്തുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.